എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ I2I സുനിലിൻ്റെ ചാനലിനകത്ത് ഷൈനിയുടെ മരണവുമായി ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അദ്ദേഹം അതിനകത്ത് പറഞ്ഞത് അദ്ദേഹം ഷൈനിയുടെ പിതാവിനെ പോയി കണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹം വളരെ ഭയപ്പാടിലാണ്. അദ്ദേഹത്തിന് കാര്യങ്ങളൊന്നും പറയാൻ തന്നെ പേടിയാണ്. കാരണം നിങ്ങൾ റെക്കോർഡ് ചെയ്യുമോ എന്നുള്ള ഭയമൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അദ്ദേഹം ഡെയിലി പള്ളിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന് എന്താ പറയുക, മകളുടെ കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ ഒന്നും ഇനി പറയാനില്ല എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം സംസാരിച്ചതെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ അദ്ദേഹം ഒന്നെങ്കിൽ എന്തിനെയോ ഭയപ്പെടുന്നു, അല്ലെങ്കിൽ സഭ അയാൾക്ക് താക്കീത് കൊടുത്തതാകാമെന്നും കൂടെ അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾക്കറിഞ്ഞുകൂടാ അല്ലേ, എന്താ കാരണം എന്ന് നമ്മൾക്കറിഞ്ഞുകൂടാ. അദ്ദേഹത്തിന് തന്നെ ഒരുപക്ഷെ ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടാകില്ല. ഇനി പോയവർ പോട്ടെ എന്നുള്ള ചിന്തയിലായിരിക്കും അദ്ദേഹം ഇരിക്കുന്നത്. എനിവേ, എന്തെങ്കിലും ആകട്ടെ. ഇനി രണ്ടാമത്തെ അപ്ഡേറ്റ് കിട്ടിയത് നമ്മൾക്ക് ഇച്ചിരി നിരാശ തരുന്നതാണ്. ഇച്ചിരി അല്ല, പിന്നെ നമ്മളൊക്കെ പ്രതീക്ഷിച്ചതാണ്, എന്നാലും അതൊരു കുറച്ച് നിരാശ തരുന്നതായിപ്പോയി. പോലീസിൻ്റെ ഭാഗത്ത് വിളിച്ച് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് അതിനകത്ത് ഫോണിനകത്ത് രണ്ടുപേരുടെ ഫോണിനകത്ത് പ്രത്യേകിച്ച് വലിയ കാര്യമായിട്ടൊന്നും കണ്ടുകിട്ടിയില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഏകദേശം അഡ്വക്കേറ്റ് ദീപ ജോസഫിൻ്റെ പോസ്റ്റും ഇതുമൊക്കെ കൂടെ ചേർത്ത് ഏകദേശം നമ്മൾക്ക് കാര്യങ്ങൾ പിടുത്തം കിട്ടിയല്ലേ. ഇത് എവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ളതൊക്കെ നമ്മൾക്ക് മനസ്സിലായി. പക്ഷേ നമ്മൾ എന്താ പറയുക, ഞാൻ എൻ്റെ വീഡിയോയിൽ എപ്പോഴും പറയാറുള്ളത് പോലെ അവസാന ഫൈനൽ ജഡ്ജ്മെൻറ്റ് ആരുടേതാണ്? ഫൈനൽ ജഡ്ജ്മെൻറ്റ് ദൈവത്തിൻ്റെതാണ് അല്ലേ. നമ്മൾക്ക് എത്ര പൈസ കൊടുത്തും എത്ര ആളെ ഇറക്കി നമ്മൾ എന്തൊക്കെ ചെയ്താലും അവസാനം ഒരു ജഡ്ജ്മെൻറ്റ് ഇറക്കുന്നത് ആരാണ്? അത് ദൈവമാണല്ലേ. അപ്പോൾ നമ്മൾക്ക് ആ ദൈവത്തിൽ മാത്രം ആശ്രയിക്കാം. എനിവേ, അതവിടെ നിൽക്കട്ടെ. പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഈ കുറേ പ്രതികരണങ്ങളല്ലേ. ഇവർ പിന്നെ എന്താ പറയുക, ഇത് ജ്ഞാനായ സഭയ്ക്കെതിരെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് പേര് ഇങ്ങനെ പ്രൊട്ടക്ഷനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അവർ തന്നെ അങ്ങ് പറഞ്ഞു പരത്തുന്നതാണ്. നമ്മളാരും ജ്ഞാനായ സഭേനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സഭേനെയോ സഭയുടെ നേതൃത്വത്തിലിരിക്കുന്നവരെയോ ഒന്നും പറഞ്ഞിട്ടില്ലല്ലേ. നമ്മൾ പറഞ്ഞത് ആരെയാണ്? തെറ്റ് ചെയ്തിരിക്കുന്ന വ്യക്തികളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചിരിക്കുന്നത്. അല്ലാതെ ഒരു സമൂഹത്തെ മുഴുവൻ അടച്ചാക്ഷേപിക്കാൻ പോയില്ല. കാരണം നമ്മൾ നന്നായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം എന്താണ്, ഒത്തിരി അല്ലേ ആ ഇടവകക്കാർ, ചുങ്കം ഇടവകക്കാരൊക്കെ ഒത്തിരി പ്രതികരിച്ചിരുന്നു. അവരൊക്കെ പരസ്യമായി നിന്ന് പ്രതികരിച്ചിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളെ കഴിഞ്ഞും ഒക്കെ പ്രശംസ അർഹിക്കുന്നത് അവരാണ്. കാരണം അവർ ഡയറക്റ്റ് നിന്ന് എന്താ പറയുക, അവർ പ്രതികരിക്കുകയാണ് ചെയ്തത് എന്നുള്ളത് നമ്മൾക്കതിനകത്ത് കാണുവാനായിട്ട് കഴിയും. എനിവേ, അതെല്ലാം അവിടെ നിൽക്കട്ടെ. പിന്നെ കുറച്ച് പേരുടെ പ്രതികരണങ്ങൾ ഇപ്പോൾ നമ്മുടെ ഓൾഡ് മരണപ്പെട്ടു പോയ നമ്മുടെ ജ്ഞാനായ കത്തോലിക്സിൻ്റെ ആ ഒരു രൂപതയുടെ ആർച്ച് ബിഷപ്പായിരുന്ന മാർ കുര്യാക്കോസ് കുന്നശ്ശേരി, അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരൻ സാവിയോ കുന്നശ്ശേരി എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിയുടെ ഇൻ്റർവ്യൂ ഒക്കെ നമ്മൾ കേട്ടു അല്ലേ. അപ്പം അദ്ദേഹം, എനിക്ക് ശരിക്കും ആ ഇൻ്റർവ്യൂ കേട്ടപ്പോൾ അദ്ദേഹത്തിനോട് സഹതാപവും മറിച്ച് എനിക്ക് ചിരിയുമാണ് അത് കേട്ടപ്പോൾ എനിക്ക് വന്നത്. കാരണം ഞാൻ വിചാരിച്ചു, ഈ അപ്പച്ചനെ എവിടെയാണ് ജീവിക്കുന്നത്, ഏത് ലോകത്താണ് ജീവിക്കുന്നതെന്ന് ഞാൻ വിചാരിച്ചു പോയി. കാരണം നമ്മൾക്ക് ഉള്ളിൽ അല്ലേ, നമ്മൾക്ക് നാളെക്കുറിച്ചുള്ള വിചാരങ്ങളൊക്കെ വരുന്നത് എവിടുന്നാണ്? നമ്മളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം അല്ലേ, എന്നാലേ നമ്മൾക്ക് നാളെക്കുറിച്ചുള്ളൊരു ചിന്തയൊക്കെ നമ്മുടെ മനസ്സിലോട്ട് വരത്തുള്ളൂ. എന്ന് വെച്ചാൽ നാളെ എന്താകും, എൻ്റെ ഭാവി, ഞാനായിരിക്കുന്ന ഇടത്തിൻ്റെ ഭാവി, അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയുടെ ഭാവി, അതൊക്കെ ആരുടെ കയ്യിലാണ്? അതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലുള്ള കാര്യങ്ങളല്ലേ. നമ്മളിവിടെ കിടന്നുകൊണ്ട് എത്ര തള്ളി മറിച്ചാലും അതൊക്കെ ഒരു പരിധിക്ക് അപ്പുറത്തോട്ട് പോകത്തില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ പുള്ളി ഞങ്ങളുടെ സഭ എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് ശരിക്കും ചിരിയാണ് വന്നത്. ഞാൻ വിചാരിച്ചു, അയ്യോ, ഇത്രയും വലിയൊരു കുടുംബത്തിൽ പറഞ്ഞിട്ട് പോലും ഇദ്ദേഹത്തിന് ബൈബിളിനെ കുറിച്ച് വലിയ ജ്ഞാനമൊന്നും ഇല്ലല്ലോ എന്ന് ഞാൻ ഓർത്തുപോയി. കാരണം ദൈവത്തിൻ്റെ വചനത്തിൽ, വിശുദ്ധ ബൈബിളിനകത്ത്, അത് കത്തോലിക്ക ബൈബിൾ ആകട്ടെ, പെന്തക്കോസ്ത് ബൈബിളാകട്ടെ, CSI ബൈബിളാകട്ടെ, ഏത് ബൈബിളും ആകട്ടെ, അതിനകത്ത് പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരൊറ്റ സഭേനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഏതാണ്? കറ വാട്ടം ചുളുക്കമില്ലാത്ത മണവാട്ടി സഭ അല്ലേ. ആ ഒരൊറ്റ സഭേനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ആ ഒരൊറ്റ സഭേനെ ചേർക്കാനാണ് കർത്താവ് വരുന്നത്. ഓക്കെ, അതെല്ലാം അവിടെ നിൽക്കട്ടെ. അപ്പോൾ കുറേ പേര് പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. കാരണം നമ്മൾക്ക് എന്താണ്, ഒത്തിരി പേര് പ്രതികരിച്ചിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചു, എന്താണ് ഈ കുഞ്ഞുങ്ങളോട് പോലും ഇവർക്കൊന്നും ഒരു കരുണ തോന്നാത്തത്? ഇവരെല്ലാം സഭ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആരും സഭയ്ക്കെതിരായിട്ടോ, ഞാനൊരിക്കലും സഭയ്ക്കെതിരായിട്ടോ സഭയുടെ നേതൃത്വത്തിനെതിരായിട്ടൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം ഇത് ആ ഒരു ഫാമിലിയുടെ നടന്നതാണ്. അതിനകത്ത് അച്ഛന്മാരുണ്ട്, സിസ്റ്റേഴ്സുണ്ട്. അവരെ നമ്മൾ എന്താ പറയുക, അവരുടെ നേരെ വിരൽ ചൂണ്ടുന്നുണ്ട്. കാരണം അവരത്രയും ആത്മീയ നേതൃത്വത്തിൽ ഇരുന്നിട്ട് പോലും അവർക്ക് ആ ഒരു കുടുംബ പ്രശ്നം സോൾവ് ചെയ്യുവാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ഒരു ശക്തമായ പ്രതിഷേധം എനിക്കുണ്ട്. അതല്ലാതെ ആ സഭയ്ക്കെതിരായിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്കതിന് താല്പര്യവുമില്ല. കാരണം എല്ലാവരെയും നിയന്ത്രിക്കുന്നതും എല്ലാത്തിൻ്റെയും ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത് ആരാണ്? ദൈവമാണ്. അവരൊറ്റ വിശ്വാസത്തിൽ ജീവിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ അതെല്ലാം അവിടെ നിൽക്കട്ടെ. അപ്പോൾ കുറേ പേര് ഇങ്ങനെ പ്രതികരിക്കുന്നു കണ്ടു. അവർ ഇങ്ങനെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കഴിഞ്ഞിടയ്ക്ക് ഏതോ ഒരു വീഡിയോയുടെ അടിയിൽ ഒരു കമൻറ്റ് ഞാൻ കണ്ടു. അപ്പോൾ ഒരു വ്യക്തി എഴുതിയേക്കുന്നു, നിങ്ങൾ ഇത്രയും വലിയ കിടന്നുകൊണ്ട് വർത്താനം പറഞ്ഞിട്ട് ഇപ്പോൾ നോബിക്ക് എന്നാ പറ്റി, കുറച്ച് ദിവസം ജയിലിൽ കിടന്നല്ലേ ഉള്ളൂ, എന്നാ പറ്റി എന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് ഇറക്കിക്കൊണ്ട് വരുമെന്നുള്ള രീതിയിലാണ് പുള്ളി സംസാരിച്ചിരിക്കുന്നത്.
അപ്പോൾ ഒത്തിരി പേര് ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ന്യായീകരണവുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതായത് ഷൈനിക്കും കുഞ്ഞുങ്ങൾക്കും എതിരായിട്ട് ന്യായീകരണവുമായിട്ട് ഒത്തിരി പേര് ഇറങ്ങിയിട്ടുണ്ട്. ഈ ന്യായീകരണമൊക്കെ നടത്തുന്നവരെ ഞാൻ നോക്കുകയാണ്. അവരുടെ കമൻറ്റുകൾ, ചില കമൻറ്റുകൾ നമ്മുടെ വീഡിയോയുടെ അടികളിലും ചില കമൻറ്റുകൾ മോശമായിട്ട് വരാറുണ്ട്. അപ്പോൾ ഇവരെല്ലാവരുടെയൊക്കെ ഭാവം എന്താണ്? ഞാനെന്ന ഭാവം, ഞാനെന്ന അഹങ്കാരം, അതാണ് ഇവരുടെയൊക്കെ ഉള്ളിലുള്ളത്. അതുകൊണ്ടാണ് ഈ അഹങ്കാരം വന്നു കഴിയുമ്പോഴാണ് നമ്മളുടെ മനസ്സിൽ നിന്ന് എന്ത് നഷ്ടമാകുന്നത്? മനുഷ്യത്വം നഷ്ടമാകുന്നത്, അല്ലേ? അപ്പോൾ ഞാൻ വിചാരിച്ചു, ഈ സാവിയോ കുന്നശ്ശേരി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മകള് പുഴയിൽ ഒഴുകിപ്പോയി മരണപ്പെട്ടു എന്നൊക്കെ ഒരു ന്യൂസ് കേട്ടു. അത് സത്യമാണോ എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും അത് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര പാവം തോന്നി. കാരണം എന്നിട്ട് ഞാൻ വിചാരിച്ച കാര്യമുണ്ട്, എന്തുകൊണ്ടാണ് എന്നിട്ട് ഈ വ്യക്തിക്ക്, ഈ ഒരു ഷൈനി, തൻ്റെ ആ ഒരു മകളുടെ സ്ഥാനത്ത് ഷൈനിനെയും കുഞ്ഞുങ്ങളെയും എന്തുകൊണ്ടാണ് ഈ പുള്ളിക്ക് കാണാൻ കഴിയാത്തതെന്ന് ഞാൻ വിചാരിച്ചു. അദ്ദേഹം വേറെ ടോപ്പിക്ക് സംസാരിക്കുക, ചുമ്മാ ഇല്ലാത്ത ടോപ്പിക് അങ്ങ് സംസാരിക്കുകയാണ്. ഞാൻ ആദ്യം തൊട്ടേ പറഞ്ഞു, ആരും ജ്ഞാനായ സഭയ്ക്കെതിരെയല്ല. കാരണം എല്ലാ സഭകളിലും എല്ലാ കമ്മ്യൂണിറ്റികളിലും എന്ത് നടക്കുന്നുണ്ട്? ഇതുപോലെയുള്ള പ്രോബ്ലംസ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നേ പറയുന്നുള്ളൂ, ഏത് സമൂഹത്തിലാണെങ്കിലും എന്താണ്, നമ്മൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യരുത്, തെറ്റ് ചെയ്തവരെ പ്രൊട്ടക്റ്റ് ചെയ്യരുത് എന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. പക്ഷേ ഇവർ കുറച്ചുപേര് ന്യായീകരണ തൊഴിലാളികളായിട്ട് അങ്ങ് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെയൊക്കെ മനസ്സിൽ എന്താണ്? ഈ അഹങ്കാരമാണല്ലേ, ഈ ഞാനെന്ന ഭാവം, അഹങ്കാരം, അതാണ് ഈ വ്യക്തികളെയും കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുകയും ഇങ്ങനെ ന്യായീകരണ തൊഴിലാളികളായിട്ട് ഇവർ ഇറങ്ങുന്നതിൻ്റെയും കാരണം. ഇവർക്ക് അറിഞ്ഞുകൂടാ, ഇന്ന് ഇവർ സേഫ് സോണിലായിരിക്കും ഇരിക്കുന്നത്. നാളെ ഇവരുടെ അന്ത്യം എന്താകുമെന്നോ, ഇവരുടെ തലമുറകളുടെ അന്ത്യം എന്താകുമെന്നോ, ഇവരുടെ കുടുംബത്തിൻ്റെ സ്ഥിതി എന്താകുമെന്നോ എന്നും ഇവരറിയുന്നില്ല. കാരണം ദൈവത്തിൻ്റെ വചനത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, അഹങ്കാരികളെ ദൈവം എന്ത് ചെയ്യും? പന പോലെ ചിതറിക്കും. ദുഷ്ടനെ ദൈവം എവിടെ നിർത്തിയിരിക്കുന്നു? വഴുവഴുപ്പിൽ നിർത്തിയിരിക്കുന്നു. അത് ദൈവത്തിൻ്റെ വചനമാണ് കേട്ടോ. അതുകൊണ്ട് ഈ അഹങ്കാരത്തിൻ്റെ വർത്തമാനങ്ങൾ നമ്മൾ പറയാതിരിക്കുക. കാരണം നമ്മൾ വിചാരിക്കും ഇന്ന് നമ്മൾക്കൊക്കെ ഏതാണ്ടൊക്കെ ചെയ്യാം, ആരാണ്ടൊക്കെ നമ്മളുടെ കൂട്ടത്തിലുണ്ട് എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ ഒന്നും കാണാത്തൊരു സിറ്റുവേഷൻ നമ്മളുടെ ജീവിതത്തിൽ വരുമ്പോൾ എന്തിനേറെ പറയുന്നു, എന്തൊക്കെയാണെങ്കിലും, ഏത് വലിയ കുടുംബമാണെങ്കിലും, ഏത് വലിയ സഭയാണെങ്കിലും, എന്തെങ്കിലും ആവട്ടെ, അവസാനം എന്തേ ഉള്ളൂ? ഒരു 6 അടി മണ്ണേ ഉള്ളൂ, അല്ലേ? അതിലപ്പുറം ഒന്നുമില്ല. ആ 6 അടി മണ്ണ് പോലും കിട്ടുമെന്നുള്ളത് സംശയമാണ് എന്നുള്ള കാര്യത്തിൻ്റെ യാഥാർത്ഥ്യം നമ്മൾ വല്ലപ്പോഴും ഒക്കെ ചിന്തിക്കണം. ഈ അഹങ്കാരം നമ്മളുടെ തലയിലേക്ക് അങ്ങ് കൂടുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? നാളത്തെ നമ്മളുടെ അവസ്ഥ എന്താകുമെന്ന് നമ്മൾ വളരെ ഭയത്തോടെ ചിന്തിക്കേണ്ടതാണ് എന്നുള്ളൊരു ജസ്റ്റ് ഒരു കാര്യം കൂടെ ഞാൻ മുൻപിലോട്ട് വയ്ക്കുകയാണ്. ഇനി അതെല്ലാം അവിടെ നിൽക്കട്ടെ. നമ്മൾക്ക് ദൈവത്തിൻ്റെ വചനത്തിലോട്ട് വരാം. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിൽ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നുണ്ടല്ലേ, ദൈവം എന്താണ് സ്വർഗ്ഗരാജ്യത്തെ എന്തിനോട് ഉപമിച്ചിരിക്കുകയാണ്? ഒരു മുന്തിരിത്തോട്ടത്തോട് ഉപമിച്ചിരിക്കുകയാണ്. എന്നിട്ട് അതിനകത്ത് ദൈവം പറയുന്ന ഉപമയാണ് എന്താണ്? അവിടെ ഒരു മുന്തിരിത്തോട്ടത്തിലേക്ക് വേലക്കാരെ എടുക്കുവാനായിട്ട് ദൈവം ഇങ്ങനെ തീരുമാനിച്ചു. അപ്പോൾ കുറച്ച് പേര് മുൻപോട്ട് വന്നിട്ട് അവരെന്ത് ചെയ്തു? വേല ചെയ്യാം. ദൈവവേല ചെയ്യുന്നതിനെക്കുറിച്ചാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ വേല ചെയ്യാം, ദൈവത്തിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യാം. പക്ഷേ അവർക്ക് ചില ഡിമാൻഡുകളുണ്ട്. എന്താണ്? അവർ ഒരു പണം ഒത്തിട്ടാണ് അവർ വേലയ്ക്ക് സമ്മതിച്ചത്. എന്ന് വെച്ചാൽ ഈ പൈസ ഞങ്ങൾക്ക് തരുവാണെങ്കിൽ, അത് നമുക്ക് വചനത്തിൽ വ്യക്തമാണ്. എന്താണ്? ഈ പൈസ തരുവാണെങ്കിൽ അവർ ദൈവത്തോട് ഒത്തു എന്നാണ് പറയുന്നത്. അതായത് ആ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടയവനോട് പൈസയ്ക്ക് ഒത്തു എന്ന് വെച്ചാൽ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് അവരെന്ത് തീരുമാനിച്ചത്? ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ തീരുമാനിച്ചത്. ഇന്ന് നമ്മൾക്ക് കാണാം, അത് അച്ഛന്മാരാകട്ടെ, മെത്രാന്മാരാകട്ടെ, പാസ്റ്റർമാരാകട്ടെ, ബ്രദർമാരാകട്ടെ, ആരുമാകട്ടെ, ഇനിയിപ്പം അമ്പലത്തിലെ പൂജാരിമാരാകട്ടെ, ഉസ്താദുമാരാകട്ടെ, ആരുമാകട്ടെ, എല്ലാവർക്കും ശമ്പളമുണ്ടല്ലേ? എല്ലാവരും എന്താണ്? ഫ്രീ ആയിട്ട് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ. അവരെയൊന്നും നമ്മൾ കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റത്തില്ല. ഒത്തിരി പേര് ഫ്രീ ആയിട്ട് ജോലി ചെയ്യുന്നവരുണ്ട്. ഇനി അതല്ലാതെ കുറേ പേരൊക്കെ എന്താണ്? പണത്തിന് വേണ്ടി ചെയ്യുന്നവരുണ്ട്. പിന്നെ പ്രത്യേകിച്ച് എന്താണ്? ബഹുമാനത്തിന് വേണ്ടി, തങ്ങൾക്ക് ബഹുമാനം കിട്ടാൻ വേണ്ടി, അല്ലേ? ഇങ്ങനെ ആത്മീയ നേതൃത്വത്തിലിരിക്കുന്നവർക്കൊക്കെ എന്താണ്? കുറച്ച് ബഹുമാനം സമൂഹം കൊടുക്കും. നമ്മൾ അവരെയൊക്കെ ബഹുമാനിക്കണം. അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അവർ ബഹുമാനം കിട്ടുവാൻ വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ വേല ചെയ്യുന്ന കുറച്ച് പേരുണ്ടാകും. അപ്പോൾ അവരോടൊക്കെയാണ് ദൈവത്തിന് ഈ വചനത്തിലൂടെ സംസാരിക്കുവാനുള്ളത്. നമ്മൾ അവർക്ക് ബഹുമാനം കൊടുക്കണം. പക്ഷേ നമ്മൾ ദൈവത്തിൻ്റെ വേല ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം? നമ്മൾ പൈസയ്ക്ക് വേണ്ടിയിട്ടോ ബഹുമാനത്തിന് വേണ്ടിയോ നമ്മൾ ദൈവത്തിൻ്റെ വേല ചെയ്യരുത് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ വചനഭാഗം. അപ്പോൾ നമ്മൾക്ക് അതിന് ശേഷം കാണാം, അത് കഴിഞ്ഞ് ദൈവം എന്ത് ചെയ്തു? അവരെ പണത്തിന് ഒത്തിട്ട് അവരെ എന്ത് ചെയ്തു? വേലയ്ക്കാക്കി. അവർ രാവിലെ തൊട്ട് വേല ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് എന്താണ്? ദൈവം ഇങ്ങോട്ട് ഇറങ്ങി, അല്ലേ? പിന്നെ മുന്തിരിത്തോട്ടത്തിലൂടെ അവൻ എങ്ങോട്ട് ഇറങ്ങി? റോഡിലോട്ടൊക്കെ ഇറങ്ങി. അപ്പോൾ കുറേ പേര് ഇങ്ങനെ 3-ാം മണി നേരത്തും 6-ാം മണി നേരത്തൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അത് ഓരോ സമയങ്ങളിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താ ഇവിടെ ഇങ്ങനെ ചുമ്മാ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഞങ്ങളെ ആരും വേലയ്ക്ക് വിളിച്ചില്ല എന്ന് വെച്ചാൽ അവരുടെ നിസ്സഹായാവസ്ഥ അവർ പറയുകയാണ്. എന്നിട്ട് അവരോട് പറയുകയാണ്, നിങ്ങൾ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ നിങ്ങൾക്ക് ഞാൻ ന്യായമായ കൂലി തരാം. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ആദ്യത്തെ കൂട്ടരാരാണ്? അവർ പണം പറഞ്ഞ് ഒത്തതാണല്ലേ. രണ്ടാമത്തെ കൂട്ടരെ വിളിച്ചപ്പം അവരൊരു ഡിമാൻഡും വെച്ചില്ല, ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒരു വേല
വേല കിട്ടിയാൽ മതിയെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടരാണ്. പക്ഷെ അവരോട് ദൈവം അങ്ങോട്ട് ഓഫർ വെച്ചു, നിങ്ങൾക്ക് ന്യായമായത് ഞാൻ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പോകുന്ന അവരുടെ മെൻറ്റാലിറ്റി എന്താണ്? ഞങ്ങൾക്ക് കിട്ടിയാലും ശരി കിട്ടിയില്ലെങ്കിലും ശരി, പൈസ കിട്ടിയാലും ബഹുമാനം കിട്ടിയാലും ശരി ഇല്ലെങ്കിലും ശരി, ഞങ്ങൾക്ക് വേല മതി എന്ന് വിചാരിച്ച് ചെല്ലുന്നവരുണ്ടല്ലേ. എന്നിട്ട് അവസാനം അവർക്ക് കൂലി കൊടുക്കുന്നുണ്ട്. കൂലി കൊടുത്തപ്പോൾ അവസാനം വന്നവരെ എന്തായി? ആദ്യം വിളിച്ചു വന്നിട്ട് അവർക്ക് എന്തായി? ആദ്യം പൈസ പറഞ്ഞ ഒത്തവർക്കുള്ള കൂലി തന്നെ അവർക്കും കൊടുത്തു. അപ്പോൾ ആദ്യം പൈസ പറഞ്ഞ ഒത്തവർ വിചാരിച്ചു ഞങ്ങൾക്ക് കൂടുതൽ കിട്ടുമെന്ന് വിചാരിച്ചു. എന്നാൽ അവർക്ക് കൂടുതൽ കൊടുത്തില്ല, അവർക്കും അതേ തന്നെയാണ് കൊടുത്തത്. അപ്പോൾ അവർ ചോദിച്ചു, നീ ഞങ്ങൾ പകൽ മുഴുവൻ ഞങ്ങൾ വെയിലും കൊണ്ട് പണിയെടുത്തിട്ട് 1 മണിക്കൂർ ജോലി ചെയ്തവനും ഞങ്ങൾക്കും ഒരേ ഇത് തന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം അവരോട് പറയുന്നുണ്ട് കേട്ടോ, നിങ്ങൾ ഒരു നാണയത്തിനല്ലേ നിങ്ങൾ ഒത്തത്, എന്നാൽ ഇവർ അവർക്കിഷ്ടമുള്ളത് നിങ്ങൾക്കത് ഞാൻ തന്നു, അതെൻ്റെ ന്യായമായിട്ട് ഞാനത് തന്നു, ഒത്തത് നിങ്ങൾക്ക് ഞാൻ തന്നു. മറ്റവർക്ക് എന്ത് കൊടുക്കണമെന്നുള്ളത് എൻ്റെ ഇഷ്ടമാണ്, എൻ്റെ പണമാണ്, അതെനിക്ക് സൗകര്യമുള്ളതുപോലെ ഞാൻ കൊടുത്തു, ഞാൻ നല്ലവനായതുകൊണ്ട് നിങ്ങൾ എന്നോട് അസൂയപ്പെടേണ്ട. എന്നിട്ട് അവസാനം അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇങ്ങനെ മുൻപന്മാർ പലരും പിൻപന്മാരും, പിൻപന്മാർ പലരും മുൻപന്മാരുമാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ്, അതായത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. നമ്മൾ വിചാരിക്കും ഇന്ന് വലിയ VIP ലെവലിലോ ഹൈ ലെവലിലോ ഇരിക്കുന്നവരും അഹങ്കാരം കൊണ്ട് കണ്ണ് മൂടിയിരിക്കുന്നവരൊക്കെ ഒന്ന് ധരിക്കുക, ഒരൊറ്റ സെക്കൻഡ് മതി എന്ത് താഴ്ത്തുവാനും, ദൈവത്തിന് താഴെ കിടക്കുന്നവർ ഉയർത്തുവാനും ദൈവത്തിന് ഒരൊറ്റ സെക്കൻഡ് മതി. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അഹങ്കരിക്കരുത്. രണ്ടാമത് നമ്മളെ കഴിഞ്ഞ് താഴെ കിടക്കുന്നവരോട് നമ്മൾ എന്ത് ചെയ്യരുത്? പുച്ഛ മനോഭാവം നമ്മൾ വെച്ച് പുലർത്തരുത്. കാരണം അവരെ നിങ്ങളെ താഴ്ത്തി ചിലപ്പോൾ അവരെ ഉയർത്തി പൊക്കത്തിലിരുത്താനും ദൈവത്തിന് ഒരൊറ്റ സെക്കൻഡ് മതി എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. ഇനി രണ്ടാമത് നമ്മൾക്ക് അതിൻ്റെ ബാക്കി നമ്മൾക്ക് വരുമ്പോൾ കാണാം, സെബദീ പുത്രന്മാരുടെ അമ്മ അല്ലേ, യേശുവിൻ്റെ 2 ശിഷ്യന്മാരുടെ അമ്മ. എന്നിട്ട് അവർ വന്നിട്ട് യേശുവിനോട് പറയുകയാണ്, എൻ്റെ 2 മക്കളെ എന്ത് ദൈവരാജ്യത്തിൽ നിൻ്റെ ഇടത്തും വലത്തും ഇരുത്തണം എന്ന് വെച്ചാൽ അവർക്ക് വലിയ പൊസിഷൻ കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം അവരോട് പറഞ്ഞു, നിങ്ങൾ എന്താ ചോദിക്കുന്നതെന്ന് നിങ്ങൾക്കറിയത്തില്ല എന്ന് പറഞ്ഞു അല്ലേ. എന്നിട്ട് അവിടുന്ന് ശിഷ്യന്മാരെ വിളിച്ചിട്ട് അവർക്കൊരു ഉപദേശം കൊടുക്കുകയാണ്, നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ എന്ത് ചെയ്യണം? ശുശ്രൂഷക്കാരായിരിക്കണം, എന്ന് വെച്ചാൽ ദാസന്മാരായിരിക്കണം. അപ്പോൾ ഈ ദാസന്മാരുടെ മനോഭാവമായിരിക്കണം ആർക്കുണ്ടായിരിക്കേണ്ടത്? ദൈവത്തിൻ്റെ വേല ചെയ്യേണ്ടത്. അതായത് ആത്മീയ നേതൃത്വത്തിൽ ഇരിക്കുന്നവർക്ക് എന്ത് മനോഭാവം ഉണ്ടായിരിക്കണം? ദൈവത്തിൻ്റെ ആ ഒരു മനോഭാവം, അതായത് താഴ്മയുടെ മനോഭാവം ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിൽ മുൻപന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ എന്തായിരിക്കണം? ദാസന്മാരായിരിക്കണമെന്ന് ദൈവം അവിടെ പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. അവിടെയൊക്കെ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ ആ ഒരു മനോഭാവമാണല്ലേ. ദൈവം ഒരിക്കലും ഉന്നത ഭാവമുള്ളവരുടെ കൂട്ടത്തിൽ ദൈവമില്ല കേട്ടോ. അഹങ്കാരമുള്ളവരുടെ കൂട്ടത്തിൽ ദൈവമില്ല. അഹങ്കാരികളെ ദൈവം പന പോലെ ചിതറിക്കും, അവരെങ്ങോട്ട് വീഴും, താണു തന്നെ പോകും. അതുകൊണ്ട് നമ്മൾ അഹങ്കരിക്കാതിരിക്കുക. ഇന്നത്തെ സൗഭാഗ്യങ്ങൾ നോക്കിയും അല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ പൊസിഷനുകളെ നോക്കിയും അല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ ബാങ്ക് ബാലൻസുകളെ നോക്കി നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മൾ അഹങ്കരിക്കരുത്. കാരണം ഈ അഹങ്കാരങ്ങളെയൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് താളടിയാക്കി കഴിയുവാൻ ആർക്ക് കഴിയും? ദൈവത്തിന് കഴിയും. അതുകൊണ്ട് ദൈവത്തെ നമ്മൾ വെല്ലുവിളിക്കരുത് കേട്ടോ. നമ്മൾ അഹങ്കരിക്കുമ്പോൾ എന്താണ്? ദൈവത്തെ വെല്ലുവിളിക്കുക ചെയ്യുന്നത്, അത് നമ്മൾ ഓർക്കുക. അതുകൊണ്ട് നമ്മൾ അഹങ്കരിക്കാതിരിക്കുക, ദൈവത്തെ വെല്ലുവിളിക്കാതിരിക്കുക. കരുണ കാണിക്കേണ്ടവരോട് നമ്മൾ കരുണ കാണിക്കുക. കാരണം ആ ഷൈനിയും കുഞ്ഞുങ്ങളും എന്താണ്? അവർ കരുണ അർഹിക്കുന്നവരാണല്ലേ. അവരോട് നമ്മൾ കരുണ കാണിക്കണം. അവരുടെ ആ ഒരു നിസ്സഹായ അവസ്ഥയിൽ നിന്ന് അവർ ചെയ്തു പോയത് അവരോട് നമ്മൾക്ക് ക്ഷമിക്കുവാൻ കഴിയണം, അവരോട് നമ്മൾ സഹാനുഭൂതി കാണിക്കുവാനും കഴിയണം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അല്ലാതെ നമ്മൾ എന്താണ്, നമ്മൾ ചുമ്മാ ഇല്ലാത്ത വിഷയങ്ങൾ എടുത്തിട്ടിട്ട് നമ്മൾ വലിയ സംഭവങ്ങളാണെന്നൊന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിച്ചിട്ട് ഒരു കാര്യവുമില്ല. കാരണം എന്താണ്, അതിനകത്തൊന്നും ഇപ്പോഴത്തെ ആൾക്കാർക്ക് വലിയ താല്പര്യമില്ല. പണ്ടൊക്കെ ആണല്ലേ നമ്മൾ വലിയ പണക്കാരെയൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ നിൽക്കുന്നത്. ഇപ്പം എന്താണ്, നിനക്ക് പൈസ ഉണ്ടെങ്കിൽ അത് നിൻ്റെ കയ്യിലിരിക്കും, അല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാന്നുള്ള ഭാവമല്ലേ നമ്മൾക്കൊക്കെ അല്ലേ. ഇന്ന് പണക്കാരെ കാണുമ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഒന്നും തോന്നുന്നില്ല. ഇന്ന് വലിയ വണ്ടികളിൽ പോകുന്നവരെ കാണുമ്പോൾ എന്തെങ്കിലും തോന്നുമോ? ഒന്നും തോന്നുന്നില്ല. പകരം നമ്മൾ വിചാരിക്കും, ദൈവമേ ഇത്രയും വണ്ടിയൊക്കെ ആയിട്ട് പോകുമ്പോൾ ഈ ഒറ്റ സംഭവം അല്ലേ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലോട്ട് വന്ന ഒരു ഫാമിലിയുടെ കഥ നമ്മൾ കേട്ടു. ആ മനുഷ്യൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ വലിയ സ്റ്റോറിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താ ഇട്ടത്? അദ്ദേഹം ഒരു വലിയ വില കൂടിയ ഒരു വാഹനം മേടിച്ചു. എന്നിട്ട് അതിൻ്റെ സേഫ്റ്റിയെക്കുറിച്ചൊക്കെ അദ്ദേഹം സംസാരിച്ചു. എന്നിട്ട് അവർ നാട്ടിലോട്ട് ആ വാഹനവുമായിട്ട് യാത്ര ചെയ്യുമ്പോഴാണ് പെട്ടെന്നൊരു ആക്സിഡൻറ്റിൽ അവർ ആ കുടുംബം മുഴുവൻ തീർന്നു പോകുവാനായിട്ട് ഇടയായി തീർന്നു അല്ലേ. നമ്മൾക്ക് ആ ന്യൂസ് കേട്ടിട്ട് നമ്മൾ കരഞ്ഞു പോയി. എൻ്റെ ദൈവമേ എന്താണിത് എന്ന് വെച്ചാൽ അത്രയേ ഉള്ളൂ, മനുഷ്യൻ അത്രയേ ഉള്ളൂ. നമ്മളുടെ നിസ്സഹായാവസ്ഥയാണ് അവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അഹങ്കരിക്കരുത് കേട്ടോ. അഹങ്കാരം ഏതെങ്കിലും വിധത്തിൽ നമ്മളുടെയൊക്കെ ജീവിതത്തിലോട്ട് കടന്നു വരുന്നുണ്ട് എങ്കിൽ, നമ്മളുടെ സംസാരത്തിലോ നമ്മളുടെ പ്രവൃത്തികളിലോ അഹങ്കാരം കടന്നു വരുന്നുണ്ടെങ്കിൽ ഓർത്തോ, അവിടെ നമ്മുടെ നാശത്തിൻ്റെ തുടക്കം ഇട്ട് കഴിഞ്ഞു എന്നുള്ളതും നമ്മൾ ഓർക്കുക. അതുകൊണ്ട് നമ്മൾ അഹങ്കരിക്കരുത്. അഹങ്കാരമില്ലാതെ ദൈവസ്ഥാനത്തിൽ നമ്മൾക്ക് താഴ്മയോടെ ജീവിക്കുവാൻ നമ്മൾക്ക് കഴിയണം. മറ്റുള്ളവരോട് കരുണ കാണിക്കുവാനുള്ള ഒരു വലിയ മനസ്സ് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇനി അതിൻ്റെ ബാക്കി നമ്മൾക്ക് അങ്ങോട്ട് കാണുവാനായിട്ട് കഴിയും അല്ലേ. യേശുക്രിസ്തുവിനെ പുരുഷാരം ഇങ്ങനെ കൊണ്ടുപോകുക. അപ്പോൾ യേശുക്രിസ്തുവിന് വേണമെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ പുറകിൽ ഒത്തിരി വലിയ പുരുഷാരം അവരെ യേശുക്രിസ്തുവിനെ അനുഗമിക്കുകയാണ്. അപ്പോൾ ആ പോകുന്ന
പോകുന്ന വഴിക്കും എന്താണ് ദൈവത്തിൻ്റെ കണ്ണെങ്ങോട്ടാ പോയത്? 2 കുരുടന്മാർ അവിടെ ഇരുന്നിട്ട് പറഞ്ഞു, ദാവീദ് പുത്ര ഞങ്ങളോട് കരുണ കാണിക്കണമേ എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ഭിക്ഷ എടുത്ത് ജീവിക്കുന്ന 2 കുരുടന്മാർ, അവർക്ക് കണ്ണിന് കാഴ്ചയുമില്ല. എന്നിട്ടോ ഇപ്പോൾ ദൈവം പോകുന്നത് എവിടെയാണ്? വലിയൊരു പൊസിഷനിലൂടെ അവിടെ കടന്നു പോകുന്നില്ലേ? പുരുഷാരം മുഴുവൻ യേശുക്രിസ്തുവിനെ പൊക്കിക്കൊണ്ടാണ് പോകുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ ശ്രദ്ധ എങ്ങോട്ടാണ് പോയത്? ആ പൊക്കിക്കൊണ്ട് നടക്കുന്ന ആ ഒരു വലിയ പദവിയിലാണോ പോയത്? അല്ല, ദൈവത്തിൻ്റെ ശ്രദ്ധ എങ്ങോട്ടാണ് പോയത്? ആ കരഞ്ഞ് നിലവിളിക്കുന്ന ആ 2 കുരുടന്മാരിലേക്കാണ് ദൈവത്തിൻ്റെ കണ്ണ് പോയത് കേട്ടോ. എന്നിട്ട് ദൈവം ശിഷ്യന്മാരൊക്കെ അവരെ ഇതാക്കി, അവരോട് വഴക്ക് പറഞ്ഞു, നിങ്ങൾ മിണ്ടാതിരിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവർ വീണ്ടും ഉച്ചത്തിൽ നിലവിളിച്ചു, ദാവീദ് പുത്രാ ഞങ്ങളോട് കരുണ കാണിക്കണമേ എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം എന്താ അങ്ങോട്ട് ചെന്നല്ലേ? അവരുടെ പദവി ഒന്നും അല്ല നോക്കിയതല്ലേ, അവരുടെ ആ നിസ്സഹായ അവസ്ഥ ദൈവം കണ്ടു. അവരുടെ കണ്ണിന് കാഴ്ചയില്ലാത്ത അവസ്ഥ കണ്ടു. രണ്ടാമത്തത് അവരുടെ ആ നിലവിളി ദൈവം കേട്ടു. എന്നിട്ട് ദൈവം എന്ത് ചെയ്തു? അവർക്ക് ആ ഒരു കണ്ണിന് അവർക്ക് കാഴ്ച കൊടുക്കുന്നത് നമ്മൾക്ക് കാണും. കാഴ്ച കിട്ടിക്കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? കിട്ടിയത് കൊണ്ട് അങ്ങ് പോയോ? ഇല്ല, അവരെന്ത് ചെയ്തു? ദൈവത്തെ പിന്തുടർന്നു എന്ന് നമ്മൾക്കവിടെ കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ നമ്മൾക്ക് തരുന്ന പാഠം എന്താണ്? നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് വിഷയങ്ങൾ വന്നാലും ദൈവത്തോട് നമ്മൾ നിലവിളിച്ചാൽ മതി. മനുഷ്യനോട് നിലവിളിക്കട്ടെ കേട്ടോ. കാരണം മനുഷ്യൻ എന്തൊക്കെയാണെന്നുള്ളത് ഇന്നത്തെ ലോകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. മനുഷ്യരെപ്പോഴും ആരുടെ സപ്പോർട്ടായിരിക്കും? പണമുള്ളവരുടെയും പ്രതാപമുള്ളവരുടെയും ഒക്കെ പുറകെ ആയിരിക്കും മനുഷ്യന്മാർ. പക്ഷേ ദൈവം അങ്ങനെയല്ല കേട്ടോ. നമ്മളുടെ ദൈവം അത് ആരാണെങ്കിലും ആകട്ടെ. ആ കുരുടന്മാരോട് നീ ഏത് കുടുംബത്തിൽപ്പെട്ടവനാ? നീ ഏത് സഭയിൽപ്പെട്ടവനാ? നീ ഏത് ജാതിയിൽപ്പെട്ടവനാണെന്നും എല്ലാം ദൈവം ചോദിച്ചോ? ഒന്നും ചോദിച്ചില്ല. അവരുടെ ആവശ്യം എന്തായിരുന്നു? ഞങ്ങൾക്ക് കണ്ണിന് കാഴ്ച കിട്ടണം. അവരുടെ നിസ്സഹായാവസ്ഥ ദൈവം അറിഞ്ഞുവല്ലേ? എന്നിട്ട് അവരോടൊന്നും ചോദിച്ചില്ല. എന്നിട്ട് അവർക്ക് എന്താ കൊടുത്തത്? അവർക്ക് സൗഖ്യം കൊടുക്കുവാനായിട്ടിടയായി തീർന്നു നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ഓർക്കുക, നമ്മളുടെ ആവശ്യങ്ങളുടെ മുഖത്തും നമ്മൾ മനുഷ്യന്മാരുടെ മുഖത്തോട്ട് നോക്കേണ്ട, നമ്മൾ ദൈവത്തോട് നോക്കി നിലവിളിച്ചാൽ മനസ്സലിയുന്ന ഒരു ദൈവം ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക. ഒപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കരയുന്നവരുടെ കണ്ണുനീരൊപ്പാൻ അല്ലേ? മറ്റുള്ളവരോ നമ്മളെ കഴിഞ്ഞ് താഴ്ന്ന ആൾക്കാരെ കാണുമ്പോൾ അല്ലെങ്കിൽ എന്ത് കാണുമ്പോഴും നമ്മൾ അവരോടൊരു മനസ്സലിവ് നമ്മൾക്കുണ്ടാകുവാൻ നമ്മളെപ്പോഴും ബാധ്യസ്ഥരായിരിക്കണം. കാരണം എന്താണെന്നറിയാവോ? ദൈവത്തിൻ്റെ കണ്ണെപ്പോഴും എങ്ങോട്ടാണ്? തകർന്നിരിക്കുന്നവരുടെ നേരെ അല്ലെ, തളർന്നിരിക്കുന്നവരുടെ നേരെ, ആരുമില്ലാത്തവരുടെയൊക്കെ നേരെ എന്തുണ്ടാകും? ദൈവത്തിൻ്റെ ആ ഒരു ദൃഷ്ടി ഉണ്ടാകുമെന്ന് നമ്മൾ മറന്നു പോകരുത്. ദൈവത്തിൻ്റെ ദൃഷ്ടി വീണിരിക്കുന്ന നിസ്സഹായരായ മനുഷ്യരെ നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മൾ അവരെ പുച്ഛിക്കുവാനോ അവരെ നമ്മൾ പരിഹസിക്കുവാനോ നിൽക്കരുത് എന്ന് നമ്മൾക്ക് ഈ വചനമൊക്കെ നമ്മളെ പഠിപ്പിച്ചു തരികയാണല്ലേ. ഇവിടെയും അത് തന്നെയാണ്. ഷൈനിയുടെയും ആ കുഞ്ഞുങ്ങളുടെയും കണ്ണുനീര് നമ്മൾക്ക് പറയാൻ 100 ന്യായീകരണങ്ങളുണ്ടാകും. അവരെന്തിനാണ് ആത്മഹത്യ ചെയ്തത്? ആത്മഹത്യ പാപമല്ലേ എന്നൊക്കെ ഉണ്ടാകും. അതൊക്കെ സത്യമാണ്. ആത്മഹത്യ പാപമാണ്, ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല, അതൊക്കെ സത്യമാണ്. പക്ഷേ ദൈവത്തിനെ അവരുടെ ഹൃദയത്തെ മുൾപ്പുകളെയും അറിയത്തുള്ളല്ലേ. ഇനി എന്ത് കണ്ടില്ലെങ്കിലും ആ കുഞ്ഞുങ്ങളുടെ കണ്ണുനീര് ആര് കണ്ടിട്ടുണ്ട്? ദൈവം കണ്ടിട്ടുണ്ട്. ദൈവത്തിൻ്റെ തുരുത്തിയിൽ അത് ശേഖരിച്ച് വെച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി അയക്കേണ്ടടുത്തോട്ട് ദൈവം അയച്ചോളും. അതുകൊണ്ട് നമ്മളാരും ഇതൊന്നും കണ്ടിട്ട് നമ്മളാരും ഭയപ്പെടുകയും വേണ്ട, നമ്മളാരും നിരാശപ്പെടുകയും വേണ്ട. ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്തിരിക്കും. ദൈവം നീതിമാനായ ദൈവമാണ് കേട്ടോ. ഫൈനൽ ജഡ്ജാണ് ദൈവം. അത് നമ്മൾ മറക്കരുത്. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.